എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തനി നാടൻ സ്റ്റൈലിൽ പോർക്ക് എങ്ങനെയാണ് ഉലർത്തിയെടുക്കണേ നോക്കാം. അപ്പോൾ ഇത് ഇതേപോലെ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത് ഉലർത്തിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ പോർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവുള്ള മുളകും കാശ്മീരി മുളകും വേണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് വേണം. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് വേണം. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലായിടത്തേക്കും ഈ മസാലകളെല്ലാം നന്നായി പിടിക്കും. ഇതിൽ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാ മസാലകളും ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. പോർക്ക് കഷ്ണങ്ങളാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ ഇത്രയും പോകുന്ന കഷ്ണങ്ങളായിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉലർത്തി വരുമ്പോൾ നന്നായി ചെറുതായി പോവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ ഇതേപോലത്തെ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കണം. ഇപ്പോൾ ഇത് മസാല പുരട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നേരെ കുക്കറിലേക്ക് മാറ്റാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 4 വിസിൽ പോർക്ക് വേവാനായിട്ട് വേണം. ഇതേപോലെ 4 വിസിൽ വന്നതിന് ശേഷം ഇതിന് വിസിൽ കളയണ്ട, ആ ആവിയിൽ കിടന്നിട്ട് തന്നെ പോർക്ക് വെന്തോളും. അപ്പോൾ പോർക്ക് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ആണ് ഈ പോർക്ക് ഉലർത്തിയതിന് നല്ല ടേസ്റ്റ് തരിക. ഞാനിപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിലുണ്ടാക്കുമ്പോൾ കനലിൽ കിടന്നിട്ട് പോർക്ക് കുറച്ച് നേരം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പോർക്ക് ഉലർത്തിയതിന്. അപ്പോൾ ഒന്ന് ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഈ വെളിച്ചെണ്ണയിൽ ഉള്ളിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരണം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പോർക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പോർക്കിൽ കണ്ട ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും ഇതിൽ ഇത്രയും വെള്ളം ഉണ്ട്. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് തന്നെ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. നെയ്യൊന്നും മൂത്തി കളയണില്ല. അതേപോലെ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കിനി പോർക്കിൽ നെയ്യും അധികം ഇഷ്ടമില്ല, അപ്പോൾ അത് ഊറ്റി കളയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഊറ്റി കളയാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇറച്ചെടുക്കുമ്പോൾ നമ്മൾ ഉള്ളിറച്ചി കൂടുതലും വെള്ള ഇറച്ചി കുറവായിട്ട് എടുക്കുക. അപ്പോൾ അധികം നെയ്യ് വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളയിറച്ചിയാണ് മേടിച്ചപ്പോൾ കൂടുതലായി കിട്ടിയതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ കുറേ നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും നെയ്യൊന്നും ഇതിലങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് ഊറ്റിക്കളയാം. അപ്പോൾ ഞാനെടുത്ത ഇറച്ചിയിൽ വെള്ളയിറച്ചി കുറവും ഉള്ളിറച്ചി കൂടുതലുമാണ്. അതുകൊണ്ട് എനിക്ക് അധികം നെയ്യൊന്നുമില്ല. പക്ഷെ വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉരുളിയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അടുപ്പിൽ തീ നന്നായി കൂട്ടണ്ട, ഒരു മീഡിയം തീ തന്നെ മതിയാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ പോർക്കിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിയെന്ന് കാണുമ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും
ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഗരം മസാല കുറവ് തോന്നുകയാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കനലിൽ കിടന്നിട്ട് പോർക്കിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഈ കനലിൽ കിടന്ന് ആക്കുമ്പോൾ നമുക്ക് പോർക്കിൻ്റെ വെള്ള ഭാഗത്തെ ഇറച്ചിയൊക്കെ നന്നായി ഒന്ന് ചുങ്ങി കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായി ചെറിയതായി കിട്ടും നമുക്ക്. വെള്ള ഇറച്ചിയൊക്കെ ഒന്ന് ഉരുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാവും. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആവും. വലിയ കഷ്ണങ്ങളായി കിടക്കണ ഇത് ചിലവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരിങ്ങനെ കനലിൽ വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ ആ വലിയ വെള്ള കഷ്ണങ്ങളൊക്കെ ഉരുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാവും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോർക്ക് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പോർക്കൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് വരണവരേക്കും